ഹായ് ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു സെർച്ച് ബാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഒരു ഭാഗത്ത് സെർച്ച് ബാർ. ഈ സെർച്ച് ബാറിൽ ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് മാത്രമായിട്ട് കാണാം. അപ്പൊ ഞാൻ ഇവിടെ കാരാട് എന്ന് അടിച്ചു, ഈ കാരാട് മാത്രം ഇവിടെ കാണാം. അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെർച്ച് ബാറിൽ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ കാരാട് എന്ന് അടിച്ചു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാരാടുള്ള ഡീറ്റെയിൽസ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇതൊരു കുറേ ഒരു ഇതുണ്ടാവും. ഈ വണ്ടൂര് കാരാട് അങ്ങനെ പറഞ്ഞ് കുറെ സ്ഥലങ്ങളുടെ പേരുണ്ടാവും. ആ സ്ഥലങ്ങളുടെ പേര് മാത്രം ഇവിടെ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമായിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ആ കാര്യങ്ങളെ നമ്മൾ ജാങ്കോയിൽ ആഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഇതിപ്പോ ബാക്കെൻഡ് എന്നാണ് ഈ കാണുന്ന ഡാറ്റ ഫുൾ ആയിട്ട് ബാക്കെൻഡ് എന്നാണ് വരുന്നത്. ഈ കാണുന്ന ഡാറ്റ ഫുള്ള് ബാക്കെൻഡ് നിന്ന് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡലിൽ നിന്നാണ് ഈ കാണുന്ന ഡാറ്റ ഫുൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു പ്രൊജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഞാനൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോം എന്നുള്ള ഒരു ആപ്പും ഹോം എന്നുള്ള ആപ്പും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ട് റണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഹോം എന്നുള്ള ഒരു ആപ്പും ക്രിയേറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ വ്യൂസ് ഉണ്ട്, ഇൻഡെക്സ് എന്നാണ് അത് കൊടുത്ത് ഞാൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു എച്ച് ടി എം എൽ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിലായിട്ട് നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സി എസ് എസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആഡ് ചെയ്തു. ഞാനൊരു എച്ച് ടി എം എൽ 5 ബോയിൽ പേപ്പർ ഉണ്ടാവും, ബോയിൽ പ്ലേറ്റ്, ഓക്കെ, അതവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോ ഓൾറെഡി ചെയ്തൊരു സംഭവമുണ്ട്. പൈത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഇതിക്ക് ഇട്ട് കൊടുക്കാം. ഡെസ്ക്ടോപ്പില് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പൈത്തെ ടെംപ്ലേറ്റ് ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കാര്യങ്ങളാണ് വലിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കാട്ടെ ഈ സംഭവം. ഓൾറെഡി ഒന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോ എനിക്കിപ്പോ എന്താ വേണ്ടത്, നമുക്ക് സെർച്ച് ബാറും വേണം, അതേപോലെ തന്നെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും വേണം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇൻഡെക്സിലെല്ലാം നമ്മൾ കിടക്കുന്നത് ബസ് ടൈം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ല, ഇത്ര കാര്യങ്ങൾ മതി. ഇൻഡെക്സ് കൊണ്ടുവരാം, കമന്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം കാണാൻ വേണ്ടിട്ടോ. ഈ ഫോർ ലൂപ്പ് ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ ഹലോ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഇത്ര കാര്യങ്ങളൊന്നും വേണ്ട. കാര്യം ഇവിടെ ലൂപ്പ് ഇട്ട് കളഞ്ഞ ഇവിടെ. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വ്യൂസിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇവിടെ യു ആർ എസ് ഇല്ല. ഈ കോമ്പിലൊക്കെ യു ആർ എസ് കാണാണ്ട് യു ആർ എസ് എടുക്കുക. പേസ്റ്റ് ചെയ്യാം. അഡ്മിൻ വേണ്ട, പാത്ത് മാത്രം മതി. ഇവിടെ വ്യൂസിന് ഇമ്പോർട്ട് ചെയ്യണം.
ഫ്രം വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്തു. ഫോമിൽ കിടക്കുന്ന വ്യൂസിനെ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിങ്ങനെ കളയാം. വ്യൂസിൽ ഡോട്ട് അവിടെ നമ്മൾ ഇൻഡെക്സ് എന്നുള്ള പേരാണ് കൊടുക്കുക. ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡെക്സ് എന്ന് കൊടുക്കും. എത്ര നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് URLസിൽ അതിനെ രജിസ്റ്റർ ചെയ്യണം. പാത്ത് URLs. ഓക്കെ, ഇത് നമ്മൾ ടെംപ്ലേറ്റ് ആപ്പ് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ ടെംപ്ലേറ്റിൻ്റെ ഇത് ഇവിടെ ആഡ് ചെയ്യണം. ആപ്പിൻ്റെ പേര് ഹോം. ഹോം ടെംപ്ലേറ്റിൻ്റെ കാര്യം ഇവിടെ ഉണ്ടാവും. നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നാണ് എഴുതിയ. ആ പേര് കറക്റ്റ് അല്ലേ നോക്കുക. ഈ പേര് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യേണ്ട അറിയില്ല. വ്യൂസിൽ എന്തൊരു ഇഷ്യൂ ഉണ്ട്. ഫ്രം ഹോം വ്യൂസിൽ നോക്കി കഴിഞ്ഞാൽ URLസിലാണ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. അതൊക്കെ നമുക്കിവിടെ സെർച്ച് ബാർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഹലോ എന്നും വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ബാറും വന്നു, ഹലോ എന്നും വന്നു. നമ്മളിതിൽ ഈ സെർച്ച് ബാറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ നോക്കുക. നമ്മൾ ഇവിടെ ടൈപ്പ്, ഓക്കെ, ഇത് നോക്കണ്ട. ഇവിടെ നെയിം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു നെയിം. പിന്നുള്ളത് ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ കൊടുക്കാം. ഇവിടെ ഞാൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെത്തേഡ് ചെയ്തിട്ടില്ല. മെത്തേഡ് ഗെറ്റ് പോസ്റ്റ് എന്ന് കൊടുത്തിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സെർച്ച് എന്നുള്ള നെയിം നിങ്ങൾ നോക്കണം. അത് മറക്കണ്ട. അത് ചെയ്യാം. ഇനി നമ്മൾ ഈ സംഭവങ്ങൾ നമുക്ക് ഡാറ്റാബേസിലേക്ക് കയറണമല്ലോ. നമ്മളിപ്പോൾ കുറെ നെയിമുകൾ വേണം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യണം. അപ്പം അതിന് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് എന്ന് കൊടുക്കാം. ക്ലാസ് നെയിം എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ കൊടുക്കാം. നെയിം എന്ന് കൊടുത്തു. നെയിം എന്ന് കൊടുക്കാം. മോഡൽസ് മോഡൽ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം. ഒരു നെയിം വേണം. ഒരു നെയിം വേണം. നെയിം മാത്രം മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത് മാത്രം നോക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്താ ചെയ്യാം. മോഡൽസ് ഡോട്ട് ചാർ ഫീൽഡ്. അപ്പോൾ അതിന് മാക്സിമം ലെങ്ത് എത്ര വേണം നോക്കാം. ഞാനൊരു 200 കൊടുത്തു. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ്. ഇത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അതിലൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ സംഭവം എന്തിനാ വെച്ചാൽ ആ ഒരു ഫ്രണ്ടിൽ ഇതിന്റെ നെയിം കാണാനാട്ടോ. അതായത് ബാക്കെൻഡിൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആ നെയിം മാത്രം അവിടെ കാണിച്ചു തരാൻ പറ്റി. അപ്പൊ നെയിം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ കുറെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണില്ല. ആ ഏതെങ്കിലും ഒരു കാര്യം അവിടെ വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. നെയിമിനെ രജിസ്റ്റർ ചെയ്യാം. അതിപ്പോ അഡ്മിനിൽ കയറാം. അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതായത് നെയിം ഇതിക്ക് വരണം. എങ്ങനെ ഈ ഒരു നെയിമിനെ ഇമ്പോർട്ട് ചെയ്യണം.
അതായത് നെയിം എന്ന് പറഞ്ഞാൽ മോഡൽസിലുള്ള നെയിമിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഡോട്ട് മോഡൽസിലാണ് ഈ സംഭവം നടക്കുന്നത്. മോഡൽസ് ഇമ്പോർട്ട് അവിടുത്തെ നെയിം എന്ത് ചെയ്യുന്നു, അതായത് ഈ ഒരു പേര്, അതാണ് നമ്മളെ മോഡലിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മളിത് രജിസ്റ്ററും ചെയ്തു, ഇതും ചെയ്തു. എന്തോ കാണിക്കുന്നുണ്ട്, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യണം. അതായത് അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ഒക്കെ അടിച്ചിട്ടല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. സൂപ്പർ യൂസർ മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പേര് ചോദിക്കുന്നു, ഞാൻ അഡ്മിൻ കൊടുത്തു, ഇമെയിൽ ഞാൻ കളഞ്ഞു, പാസ്വേഡ് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാം. അതിനുശേഷം മേക്ക് മൈഗ്രേഷൻ എന്നുള്ള കമാൻഡ് കൊടുക്കാം. മേക്ക് മൈ ഓക്കെ, മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് റൺ ചെയ്ത് വയ്ക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ /admin എന്നാണ് കൊടുക്കുക. ലാസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ആ അഡ്മിനും നിങ്ങൾ കൊടുത്ത പാസ്വേഡും കൊടുക്കുക. ഒരു നെയിംസ് എന്ന് പറഞ്ഞ ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോ സച്ച് ടേബിൾ ഹോം നെയിംസ്. ഓക്കെ, നമുക്ക് റെഡിയാണ്. മേക്ക് മൈഗ്രേഷൻ മൈഗ്രേറ്റ് പിന്നെയും കൊടുത്താൽ മതി. നെയിം ഇവിടെ അശ്വിൻ കൊടുത്തു, സേവ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്ത നെയിം കൊടുത്തു, ഹലോ ഹലോ കൊടുത്തു. അടുത്തൊന്നും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഈ സംഭവങ്ങളാണ് നമ്മൾ ഈ ബാക്കെൻഡിലെ ഇത് കാര്യങ്ങളാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഈ കാര്യങ്ങൾ നമ്മളെ ഡാറ്റാബേസിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡിൽ കാണണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അതിന്റെ മോഡൽസിനൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോ ഈ ഒരു അഡ്മിനിൽ നമ്മൾ മോഡൽസിനെ ഇമ്പോർട്ട് ചെയ്തില്ലേ, ആ സംഭവം എടുത്താൽ മതി. വ്യൂസ്, ഓക്കെ, വ്യൂസ് നമ്മൾ ഒരു ജസ്റ്റ് പക്കത്തിനും ഇതിക്ക് കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരണം എല്ലാ കാര്യത്തിലും. അതിന് നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ഇതിന്റെ പേര് കൊടുക്കുക, ക്ലാസ് നമ്മളവിടെ കൊടുത്ത നെയിം കൊടുക്കുക, ഡോട്ട് മോഡലിൽ കൊടുത്ത നെയിം കേട്ടോ, ഈ നെയിമാണ് നമ്മൾ മോഡലിൽ കൊടുത്തത്. ഒബ്ജക്റ്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ആൾ. ഓക്കെ, എല്ലാത്തിനും നമ്മൾ കൊടുന്നു. ഇവിടെ വന്നിട്ട് ഡിക്ഷണറി വഴി പാസ് ചെയ്യും. SW ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് എൻഡ് പേജ് ഉണ്ടാവല്ലോ ഇവിടെ, ഇതെല്ലാം നമ്മളെ ഫ്രണ്ട് എൻഡ് ഇതന്നെ. നമുക്ക് എവിടെയൊക്കെ ലൂപ്പ് ഇടണം, നമുക്ക് ഈ ഒരു സംഭവത്തിന് മാത്രം ഇത് റൺ ചെയ്താൽ മതി. അപ്പോൾ ഫോർ ലൂപ്പ് ഇടാം. ഫോർ ഇവിടെ എൻഡ് ഫോർ ലൂപ്പ് എൻഡ് ചെയ്യണം. ഓക്കെ, ലൂപ്പ് അവിടെ എൻഡ് ചെയ്തു. നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ മോഡൽസിൽ നോക്കി നോക്കുക, നമ്മുടെ മോഡൽസ് ഇവിടെ ഉണ്ടാവും.
ഈ മോഡൽസിൽ ഇവിടെ നമ്മൾ നെയിം എന്നുള്ളതാണ് കൊടുത്തത്. അതങ്ങ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഡോട്ട് നെയിം. നമ്മളിപ്പോ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരുകൾ ഇവിടെ ഷോ ചെയ്തു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഇവിടെ ഷോ ചെയ്തു. ഇനി നമുക്ക് അടുത്ത കാര്യം വേണ്ടത് ഈ കാര്യങ്ങൾ നമ്മളിപ്പോ അശ്വിൻ കൊടുത്തെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അശ്വിൻ വരണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ വ്യൂസിൽ കയറുക. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഡോട്ട് ഗെറ്റ്. ഇവിടെയുള്ള സെർച്ച് ഉണ്ടല്ലോ, അതാ ഞാൻ ഇവിടെ ഓൾറെഡി ഇതിന് മുമ്പ് പറഞ്ഞായിരുന്നു. ഈ നെയിം എന്നുള്ള സെർച്ച് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇഫ് റിക്വസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ് ഡോട്ട് ഗെറ്റ് സെർച്ച്. ഓക്കെ, ഇങ്ങനെ ആയാലും നമ്മളത് റൺ ആവും. ഫിൽറ്റർ ഓക്കെ. ഇവിടെ വന്ന ഈ ഒരു നെയിം എന്നുള്ളത് വന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ ബാക്കെൻഡ്. ഓക്കെ, ഒരു വ്യൂസിൽ മോഡൽസിൽ നോക്കാം. മോഡൽസിൽ ഈ ഒരു നെയിമാണ് അത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ഈ സംഭവം വർക്ക് ചെയ്യുന്നു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ സംഭവം ഇപ്പൊ ഇവിടെ ഒന്നും കാണില്ല. നമ്മളിപ്പോ അതിലടിച്ച അശ്വിൻ അടിച്ചു കഴിഞ്ഞാൽ അശ്വിൻ വന്നു. ഇനി ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരാ, നമുക്ക് എല്ലാ സാധനങ്ങളും ലിസ്റ്റ് ചെയ്ത ശേഷം സംഭവത്തിനെ ഫിൽട്ടർ ചെയ്യണം. അതിന് ജസ്റ്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം, റെഡി ആണോ നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഷോ ചെയ്തു. ഇപ്പൊ ഹലോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഹലോ ഉണ്ടെങ്കിൽ ഹലോ വരും, ഇല്ലെങ്കിൽ വരില്ല. കാരടിച്ചപ്പോ കാരടില്ല. അടിച്ചു അശ്വുണ്ട്, അതുകൊണ്ട് അശ്വിൻ വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് ഈ ഒരു വ്യൂസിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മോഡൽസിലുള്ള ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സെർച്ച് വന്നത് എവിടെ നിന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇൻഡെക്സിൽ സെർച്ച് ആ ഒരു ബാറിന് സെർച്ച് എന്ന് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ഒരു ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഡിക്ഷണറി വഴി പാസ് ചെയ്തു. ഓക്കെ, ബൈ ഗൈസ്.